രാഷ്ട്രീയ കക്ഷികളും നാട്ടുകാരും നടത്തുന്ന സമരങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമാകും. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്. മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം. കർഷകനായ തോമസിന്റെ കവുങ്ങ് കൃഷിയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കർഷകനായ കെടുമ്പൻ പുരയിടത്തിൽ തോമസിന്റെ കായ്ഫലമുള്ള 150 കവുങ്ങുകളാണ് കാട്ടാന നശിപ്പിച്ചത്. ആനകളെ പ്രതിരോധിക്കാൻ 1 ഏക്കർ 5 സെന്റ് കൃഷിയിടത്തിന് ചുറ്റും സൗരോർജ്ജ വൈദ്യുത വേലി ഉണ്ടായിട്ടും വേലി തകർത്ത് ആനകൾ കൃഷിയിടത്തിലേക്ക് കയറുകയാണ്. കവുങ്ങ്, വാഴ, ജലസേചന കുഴലുകൾ, സ്പ്രിംഗ്ലറുകൾ, മോട്ടോർ, 2000 ലിറ്ററിന്റെ സംഭരണി തുടങ്ങിയവയെല്ലാം കാട്ടാന നശിപ്പിച്ചു. 1991 തോമസ് 10 ഏക്കർ കൃഷിഭൂമി വാങ്ങി കണക്കൻ കടവിൽ കുടിയേറിയത്. അക്കാലത്ത് വന്യമൃഗശല്യം ഉണ്ടായിരുന്നില്ലെന്ന് തോമസ് പറയുന്നു. 2010 ആയപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ ആനശല്യം തുടങ്ങി. കഴിഞ്ഞ 3 വർഷത്തിനിടയിലാണ് വന്യമൃഗശല്യം രൂക്ഷമായത്. തോമസിന് പലതവണയായി കായ്ക്കുന്ന 150 തെങ്ങുകൾ, 1500 കവുങ്ങ്, വാഴകൾ, മറ്റ് വിളകളെല്ലാം വന്യമൃഗങ്ങൾ നശിപ്പിച്ചു. വനം ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം 2 തവണ നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് തോമസിന്റെ ആവശ്യം. ഇന്നലെ രാത്രി ഞാനിവിടെ പുകയിടാൻ വന്നു രാത്രിയിൽ. അപ്പം മുകളിൽ നിന്ന് ഷീറ്റ് എടുത്തുകൊണ്ട് പറഞ്ഞു. അത് എടുത്തുകൊണ്ട് വന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് 7 മണിയായി. അപ്പോഴത്തേക്കും ഇവിടെ അവിടെ നിന്ന് കാട്ടിൽ നിന്ന് ഓടിക്കുന്ന ഒച്ച കേട്ടു. പിന്നെ ഞാൻ ജീപ്പ് നിർത്തി ഇവിടെ കിടക്കുകയത്. ആന വന്നതൊക്കെ അറിയാം, പക്ഷെ നമുക്ക് ഓടിക്കാനൊന്നുമില്ല, പടക്കം പോലും ഇല്ലായിരുന്നു. ഞാൻ വല്ലപ്പോഴും ഇവിടെ വരലുള്ളൂ. പണിക്കാർ വരെ 3:30 ആകുമ്പോൾ പോകും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 3 കൊല്ലം കൊണ്ടൊരു 100-150 തെങ്ങും ഒരു 1000-ന് മുകളിൽ കവുങ്ങും പോയി. ഇനിയിപ്പോൾ ഇവിടെ ഒരു കൃഷി നടക്കുകയില്ല. മുകളിലോട്ട് മലയെണ്ണാനും കുരങ്ങും. എല്ലാ ദിവസവും ഒരു 100 കരിക്കെങ്കിലും പോകുന്നുണ്ട് ദിവസം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം. KPCC അധ്യക്ഷന് ആശ്വാസമായി കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. കെ സുധാകരനെ തൽക്കാലം KPCC അധ്യക്ഷ പദവിയിൽ നിന്നും ഒഴിവാക്കേണ്ട എന്ന് AICC തീരുമാനിച്ചു. അതേസമയം പുനഃസംഘടനയുമായി നേതൃത്വം മുന്നോട്ടു പോകും. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം തുടങ്ങിയതാണ് പുതിയ KPCC പ്രസിഡന്റിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ. എന്നാൽ AICC നേതൃത്വം മൗനം വെടിഞ്ഞില്ല. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും ജാതി സമവാക്യങ്ങളുടെ